വിഷയം മലയാള സിനിമയാണ്. അതൊരു വലിയ വ്യവസായമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ വ്യവസായം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 110 കോടിയോളം രൂപ നഷ്ടത്തിലാണ് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം 200 മലയാള സിനിമകൾ ഇറങ്ങി. അതിൽ വിജയിച്ചത് വെറും 24 സിനിമകൾ. അതായത് തിയേറ്ററിൽ ഓടിയത് വെറും 24 സിനിമകളാണ്. അതായത് 12% സിനിമകൾ മാത്രമാണ് വിജയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, അത് ഈ നഷ്ടത്തിന് കാരണമായി പറയുന്നത് താരങ്ങളുടെ വലിയ പ്രതിഫലമാണ് ഒന്നാമത്തെ കാരണമായി പറയുന്നത്. രണ്ടാമത്തെ കാരണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നികുതിയാണ്. 30% നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും വലിയ നഷ്ടത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അജിംസി, താരങ്ങൾ പ്രതിഫലം കുറച്ചാൽ സിനിമ വിജയിക്കുമോ? ഈ സുരേഷ് കുമാർ, നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രസംഗിച്ച ശേഷം ഈ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ ഈ ജനുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റും അവരുടെ ബഡ്ജറ്റും അവർക്ക് കിട്ടിയ തിയേറ്റർ കളക്ഷൻ പുറത്തുവിട്ടുണ്ട്. നൗഫൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ എത്ര സിനിമകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച, ബഡ്ജറ്റ് 2 കോടി, അവർക്ക് തിയേറ്റർ ഷെയർ 1,25,000 രൂപ. ID ദ ഫേക്ക്, അങ്ങനെ ഒരു പടത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. നൗഫലങ്ങളായാലും കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. 2,47,00,000 തിയേറ്റർ ഷെയർ 1,50,000 രൂപ. ഇനി മൂന്നാമത്തെ സിനിമ ഞാൻ കണ്ടതാണ്, OTT-യിലാണ് കണ്ടത്, ഐഡൻറ്റിറ്റി. അതിൻ്റെ ബഡ്ജറ്റ് 30 കോടി രൂപയാണ്. അതിൻ്റെ തിയേറ്റർ ഷെയർ 3.5 കോടി. ഐഡൻറ്റിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമ നന്നായിട്ട് എടുത്ത പടമൊക്കെയാണ്. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ സംവിധായകനോ ആ നിർമ്മാതാവിൻ്റെ ആരിലോ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ പിടിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കാരണം അത്ര ദുരൂഹമായ, പ്രേക്ഷകർക്ക് ഒരു തരത്തിലും കൺവിൻസ് ആവാത്ത കുറേ അധികം രംഗങ്ങളുള്ള ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി. കുറഞ്ഞ പക്ഷേ ടോവിനോ തോമസെങ്കിലും ആ പടം ഒന്ന് കാണണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കണമായിരുന്നാണ്. അത് അടുത്തത് മലബാർ ടൈൽസ്, ബഡ്ജറ്റ് 50 ലക്ഷം, തിയേറ്റർ ഷെയർ 2.5 ലക്ഷം. ഒരുമ്പെട്ടവൻ, ബഡ്ജറ്റ് 2.5 കോടി, ഷെയർ 3 ലക്ഷം. രേഖാചിത്രം, അതാണ് ഹിറ്റ് ചിത്രം ഇതിൽ ഇറങ്ങിയിട്ടുള്ളതിൽ. അവരുടെ ബഡ്ജറ്റ് 8.5 കോടി, ഷെയർ 12.5 കോടി. അത് ലാഭമുള്ള ഉണ്ടാക്കിയ സിനിമയാണ്. എന്ന് സ്വന്തം പുണ്യാളൻ, ബഡ്ജറ്റ് 8.5 കോടി, 8.7 കോടി, തിയേറ്റർ ഷെയർ 1 കോടി 20 ലക്ഷം. പ്രാവിൻകൂട് ഷാപ്പ്, ബഡ്ജറ്റ് 18 കോടി, ഷെയർ 4 കോടി. ആദച്ചായി, ബഡ്ജറ്റ് 50 ലക്ഷം, ഓഫ് റോഡ്, ബഡ്ജറ്റ് 1 കോടി. അതിൻ്റെ ഒന്നും കിട്ടിയത് പറയുന്നില്ല, തുച്ഛമായ തുകയാണ്. 1098, ബഡ്ജറ്റ് 40 ലക്ഷം. ചിലത് ലഭ്യമല്ല. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഇതൊരു പ്രധാനപ്പെട്ട സിനിമയാണ്, കഴിഞ്ഞ ഈ മാസം ഇറങ്ങിയത്. മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതിൻ്റെ ബഡ്ജറ്റ് 19 കോടിയാണ്, ഷെയർ 4.25 കോടി. അതിൻ്റെ ബഡ്ജറ്റ് 19 കോടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രതിഫലം എത്രയാണ്? കുറഞ്ഞൊരു 15 ലക്ഷം രൂപയെങ്കിലും മമ്മൂട്ടിക്ക് പ്രതിഫലം ഉണ്ടാവില്ലേ? ആ പ്രതിഫലത്തിൽ കൂട്ടിയ ബഡ്ജറ്റാണോ പറയുന്നത്? അതർവൈസ് ആ പടത്തിന് അത്രയും ബഡ്ജറ്റ് ഉണ്ടോ? എൻ്റെ ഒരു ന്യായമായ സംശയമാണ്. കാരണം വളരെ മിനിമലായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണത്. ഗൗതം വാസുദേവ മേനോനാണത്. വളരെ മിനിമലായിട്ടുള്ളൊരു ഷൂട്ട് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ 19 കോടി അതിന് ബഡ്ജറ്റ് ഉണ്ട്. അത് ആരോ കണ്ടിട്ട് പറഞ്ഞ് മമ്മൂട്ടി വേറെ ഷൂട്ടിന് ഇടയ്ക്കൊന്ന് ഷൂട്ട് ചെയ്ത് പോയ പോലെ. അങ്ങനെ ഒരുപാട് ചിലവുള്ളൊരു സിനിമയൊന്നും അല്ല അത്. പിന്നെ ബഡ്ജറ്റ് 3.5 കോടി, ഷെയർ 30 ലക്ഷം. അൻപോട് കൺമണി, ബഡ്ജറ്റ് 3 കോടി, ഷെയർ 25 ലക്ഷം. അവരാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി, ഇങ്ങനെയൊക്കെ സിനിമ ഇറങ്ങുന്നുണ്ട്. ബഡ്ജറ്റ് 45 ലക്ഷം, ഷെയർ 1.5 ലക്ഷം. ബെസ്റ്റി, ബഡ്ജറ്റ് 4.81 കോടി, ഷെയർ 20 ലക്ഷം. പൊന്മാൻ, ബഡ്ജറ്റ് 8.9 കോടി, ഷെയർ 2.5 കോടി. ഒരു ജാതി ജാതകം, ബഡ്ജറ്റ് 5 കോടി, ഷെയർ 1.5 കോടി. എൻ്റെ പ്രിയതമൻ, ഓടിക്കൊണ്ടിരിക്കുന്ന പടം. അത് ജനുവരിയിൽ ഇറങ്ങിയതാണ് ആ പടം. എൻ്റെ പ്രിയതമന് ബഡ്ജറ്റ് 2.5 കോടി, ഷെയർ ലഭ്യമല്ല. സീക്രട്ട് ഓഫ് വുമൻ, ബഡ്ജറ്റ് 60 ലക്ഷം, ഷെയർ 2 ലക്ഷം. ഈ സീക്രട്ട് ഓഫ് വുമൻ പ്രജേഷ് സെൻ, നമ്മുടെ സുഹൃത്താണ്, മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. വെള്ളത്തിൻ്റെ സംവിധായകൻ. 60 ലക്ഷമാണ് എൻ്റെ ബഡ്ജറ്റ്, ഷെയർ 2 ലക്ഷം. 4 സീസൺ, ഇനി അതിൽ രസമുള്ള പടം, 24ാമത്തെ പടമാണ് 4 സീസൺസ് എന്നൊരു പടം. ബഡ്ജറ്റ് 2.5 കോടിയാണ്. ഇതിൻ്റെ ഷെയർ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപയാണ്. അതിനർത്ഥം ആ സിനിമയുടെ ക്രൂസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം പോയി കണ്ട പടം എന്നായിരിക്കും അതിനർത്ഥം. ഇതിന് 2.5 കോടി ചിലവായി എന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു വിശ്വാസ്യത പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു നോക്കി. അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത ഒരാളെടുത്തൊരു പടം, അതിൻ്റെ എഡിറ്റിങ് മുതൽ അതിലെ സംഭാഷണം വരെ, കൃത്രിമമായ സംഭാഷണങ്ങളുള്ള, അതിൻ്റെ ഗ്രാഫിക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികളതിൽ നല്ല ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനത്തെ ഒരു പടമാണ്. അതിന് 2.5 കോടി രൂപ ഉണ്ട്. ഈ 4 സീസൺ എന്ന പടത്തിന് 2.5 കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് സുരേഷ് കുമാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അതിന് അത്ര ആവശ്യം. അത് മുഴുവൻ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത്. മുഴുവൻ പുതുമുഖങ്ങൾ അഭിനയിച്ചൊരു പടമാണത്. പുതുമുഖങ്ങൾ പ്രതിഫലം കുറയണം. ഒരു കഥ, ഒരു നല്ല കഥ, ബഡ്ജറ്റ് 1 കോടി, ഷെയർ 1 ലക്ഷം. പറന്ന് ചെല്ലാൻ ബഡ്ജറ്റ് 3 കോടി, ഷെയർ 3 ലക്ഷം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തതുകൊണ്ടാണ് ഈ പടങ്ങൾ പൊട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിലെ പല സിനിമകളിലും പുതുമുഖങ്ങളാണ്, പലരും പുതുമുഖ സംവിധായകന്മാരാണ്. പിന്നെ ഇവർ ഈ പറയുന്ന ബഡ്ജറ്റൊന്നും ഈ പടത്തിനില്ല.
അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ 4 സീസൺസ് എന്ന പടത്തിന് 2.5 കോടി ബഡ്ജറ്റ് അല്ലെങ്കിൽ 4 കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്ര മിനിമലായിട്ട് പുതുമുഖങ്ങൾ അഭിനയിച്ച പടമാണ്. പിന്നെ ഇത്രയും മോശം ക്വാളിറ്റിയുള്ള സിനിമകളെടുത്ത് തിയേറ്ററിൽ ഇറക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ വന്ന് കാണണം, പ്രേക്ഷകർ വന്ന് കാണണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞാൽ സൗകര്യമില്ല എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ പ്രേക്ഷകർക്കില്ല. ഇനി താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തതുകൊണ്ടാണോ സിനിമ കൂട്ടുന്നത്? അങ്ങനെയല്ല. താരങ്ങൾക്ക് എന്തിനാണ് അവർ പ്രതിഫലം കൊടുക്കുന്നത്? സിനിമ ലാഭത്തിലാവാൻ വേണ്ടിയാണ്, ആളുകൾ വന്ന് കാണാൻ വേണ്ടിയാണ്. അവർ പ്രതിഫലം കുറച്ചാൽ പടം മോശമാണെങ്കിൽ ആളുകൾ പോയിരുന്ന് കാണുമോ? സിനിമ നല്ല പ്രൊഡക്റ്റ് കൊടുത്താൽ ആളുകൾ പോയി തിയേറ്ററിൽ പോയി കാണും. നല്ല സിനിമ തിയേറ്ററിൽ പൊട്ടിപ്പോയാൽ അതിൻ്റെ കാരണം നമുക്ക് അന്വേഷിക്കാം. ഒരു നല്ല സിനിമ വന്നു, തിയേറ്ററിൽ ആൾ കയറിയില്ല എങ്കിൽ ഒന്നുകിൽ അവർക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറയുന്നുണ്ടാവും. പല കാരണങ്ങളുടെ ആൾ കയറാതിരിക്കും. ചില സിനിമകളൊന്നും വരുന്നതേ അറിയുന്നുണ്ടാവില്ല, തിയേറ്ററിൽ വന്നു പോകുന്ന അറിയില്ല. പക്ഷേ OTT വരുമ്പോൾ വലിയ അപ്രീഷിയേഷൻ കിട്ടും അല്ലേ? അങ്ങനെ എത്രയോ പടങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെടുകയും OTT നിർമ്മാതാക്കൾ നഷ്ടം കണക്കാക്കുന്ന തിയേറ്ററിൽ കളക്ഷൻ വെച്ച് മാത്രമാണോ? അവർക്ക് OTT കാര്യം സിനിമ സാറ്റലൈറ്റ് ഒക്കെ ഇല്ലേ? ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഞാൻ പറയാം. ഈ 2.5 കോടി 3 കോടി 18 കോടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇതിന് ഇത്ര ചിലവ് വരുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പിന്നിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ട്. മണി ലോണ്ടറിങ് വരെ ഉണ്ടാവും, അത് സംശയിക്കാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ ഇറക്കുമ്പോൾ തന്നെ അത് OTT വിൽക്കാൻ പാകത്തിനാണ് അവർ ഇറക്കുന്നത്. OTTയുടെ സാറ്റലൈറ്റ് റേറ്റിന് തുക ഇതിൽ കൂട്ടുന്നില്ല അവർ. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം അവർക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. OTTയിൽ ഇപ്പോൾ ഒരു കോടി കിട്ടും എന്ന് കരുതിക്കൊണ്ടാലും ചിലപ്പോൾ അവർ 1.5 കോടിക്കോ 2 കോടിക്കോ ഒരു സിനിമ ഇറക്കും, ബജറ്റ് 3 കോടി എന്ന് പറയും. അങ്ങനെയൊക്കെ അല്ലാതെ വെറുതെ ഈ ഇത്രയും പടം 100-200 കോടി രൂപ ഒരു മാസത്തിൽ കൊണ്ടുപോയി വെള്ളത്തിൽ കളയാൻ ഈ നിർമ്മാതാക്കൾ തയ്യാറാവുമോ? ആരും സിനിമ പിടിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള ലോജിസ്റ്റിക്സ് ഉണ്ട്. മറ്റൊരു കാര്യം, സിനിമ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത്, ഒന്നാമത് കഴിഞ്ഞൊരു 5 വർഷമായി മലയാളികൾ ലോക സിനിമയോട് എക്സ്പോസ്ഡാണ്. കോവിഡിന് ശേഷം മലയാളികൾ ധാരാളമായി ഇൻ്റർനാഷണൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിലേക്ക് ഈ മാതിരി തട്ടിക്കൂട്ടി സിനിമ ആണെന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല തിയേറ്ററിൽ പോയി സിനിമ ആണെന്ന്. ഒരു ഫാമിലി തിയേറ്ററിൽ പോയി സിനിമ ആണെങ്കിൽ എത്ര രൂപ വേണം? 1000 രൂപ വേണം. ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനമാണത്. ആരാണ് ഇത്ര റിസ്ക് എടുത്ത് പോയി സിനിമ ആണ്? അപ്പോൾ ഈ മാതിരി ഈ 28 പടങ്ങളുടെ ലിസ്റ്റ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടതാണ്. ഈ സിനിമകൾ കാണണം എന്നാണ് നിർമ്മാതാക്കൾ ഞങ്ങൾ പ്രേക്ഷകരോട് വാശി പിടിക്കുന്നത്. സോറി. ഒരു മാസം 110 കോടി നഷ്ടം എന്നാണ് പറയുന്നത്. ഈ നഷ്ടമൊക്കെ സഹിച്ച് ഇവിടെ ജീവിക്കാൻ മാത്രം പ്രാപ്തരാണോ ഈ മുതലാളിമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ? ഇപ്പോൾ സുരേഷ് കുമാറും ഒരു സംഘവും കൂടെ ചേർന്ന് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറയുകയായിരുന്നല്ലോ നൗഫലെ. ഇപ്പോൾ അതിനകത്ത് അവർ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് സൂചന സമരമാദ്യം, പിന്നെ ജൂൺ 1 തൊട്ടല്ലേ, ജൂൺ 1 മുതൽ ഇത് മുഴുവനായി അടച്ചിടാൻ പോവുകയാണ്. ആ സമയം എടുത്തു ഇരിക്കുന്നത് ഇപ്പോൾ ചില സിനിമകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊരു തിരിച്ചടി ഉണ്ടായിക്കൂടാ. അപ്പോൾ അതുകൂടെ വന്ന് തിയേറ്ററുകളിലെല്ലാം കണ്ടതിന് ശേഷം ജൂൺ 1-ാം തീയതി മുതൽ അതടയ്ക്കുക. ഇപ്പോൾ അജിംസ് പറയുന്ന രൂപത്തിലുള്ള സിനിമകളാണ് ഇറങ്ങാൻ പോകുന്നതെങ്കിൽ ജൂൺ 1-നേക്കാൾ കുറച്ചുകൂടെ നേരത്തെ അവർക്കാക്കാം അല്ലേ? കാരണം അതിനേക്കാൾ മുന്നേ തന്നെ അതൊക്കെ അതിൻ്റെ പ്രദർശനം അവസാനിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സ്ഥിതിയെങ്കിൽ അവർ പ്രധാനമായിട്ടും പറയുന്നത് ഇതിനകത്ത് സർക്കാർ ഇടപെടണമെന്നാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ വിനോദ നികുതി കുറയ്ക്കണം. ഇപ്പോൾ ഈ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഈ GSTയും അതിൻ്റെ പുറത്തുള്ള വിനോദ നികുതിയും എല്ലാം ഏർപ്പെടുത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അങ്ങനെ 30% ഇതിൽ നികുതിയായി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് സുരേഷ് കുമാർ അടക്കം പറഞ്ഞിട്ടുള്ള കണക്കുകൾ. അപ്പോൾ അദ്ദേഹം അതിനകത്ത് കൃത്യമായി മനുഷ്യന് മനസ്സിലാകാവുന്ന രൂപത്തിലും പറയുന്നുണ്ട്. 1 രൂപ കളക്ട് ചെയ്താൽ 30 പൈസ സർക്കാർ കൊണ്ടുപോകും. അപ്പോൾ 1 കോടി ആണെങ്കിൽ ഈ പറയുന്ന 30 ലക്ഷം കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയാണ് ആ കണക്കുകൾ മുഴുവൻ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? സർക്കാർ പിടിച്ചുപറിക്കാരെ പോലെ ഇതിൽ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഈ 100 കോടി ക്ലബിൻ്റെ കണക്കുകളും പറയുന്നുണ്ട്. സുരേഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ 100 കോടി കളക്ഷനായിട്ട് വരികയാണ് എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ പ്രതിഫലവും മറ്റ് മറിച്ചതെല്ലാം കൂടെ ചേർന്നിട്ട് എന്തോ ഒരു 60 കോടികളെന്തോ അങ്ങനെ പോകും അത്രേ. പിന്നെ ഈ പറയുന്ന ബാക്കി 40 കോടിയിൽ 60 കോടി പ്രതിഫലം അല്ല 60 കോടിയല്ല, അത് ഒരു കണക്കാണ് പറയുന്നത്. ആ ഫിഗർ എനിക്ക് കൃത്യം അറിയില്ല. എന്തായാലും ഇവർ പറയുന്നത് എന്താ വെച്ചാൽ തിയേറ്റർ നിർമ്മാതാവിന് 27 കോടി കിട്ടും, കണ്ടുകൊണ്ടിരുന്ന സർക്കാരിന് 30 കോടി കിട്ടും. ബാക്കിയാണ് ഈ പറയുന്ന ഈ താരങ്ങൾക്കുള്ള പ്രതിഫലം, മറ്റ് സാങ്കേതിക ചെലവുകൾ, ഇതിൻ്റെ പരസ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തിയേറ്റർ ചെലവ്, ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവസാനം അവർ കൃത്യമായി പറഞ്ഞൊരു കണക്കെന്ന് പറയുന്നത് 100 കോടി ക്ലബ്ബിൽ കയറിയാലും നിർമ്മാതാവിന് 27 കോടി, 30 കോടി സർക്കാരിന്. അപ്പോൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണ്. പിന്നെ എന്നിട്ടൊരു വെല്ലുവിളിയും, ഈ 100 കോടി ക്ലബ്ബിൽ എത്ര സിനിമകളാണ് പോയിട്ടുള്ളത്? അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അല്ല നിർമ്മാതാക്കളായ നിങ്ങൾ തന്നെയല്ലേ ഇത് പറയുന്നത് ഞങ്ങളുടെ സിനിമ 100 കോടി ക്ലബ്ബിന് കയറിയെന്ന്? അല്ല, ഞങ്ങളെക്കൊണ്ട് നിർബന്ധമായും പറയിക്കുന്നതാണ്. അപ്പോൾ അരമന രഹസ്യം അങ്ങ് അടിപ്പാട്ടായിരിക്കുന്നു. സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇപ്പോൾ ഈ 30%
നികുതി അത് കുറച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമായി പറയുന്നുവെങ്കിലും ഞാൻ കാണുന്നത് ഇതിൻ്റെ പിന്നിലുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. സർക്കാർ ഇത് കുറച്ചു കൊടുത്താൽ വലിയ കാര്യം അവർക്ക്. ഇതൊരു സുതാര്യതയുമില്ലാതെ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ കുറേ ആളുകൾക്ക് വല്ലാത്ത ലാഭം കിട്ടുന്നു, കുറേ ആളുകൾക്ക് നഷ്ടവും സഹിക്കേണ്ടി വരുന്നു എന്നൊരവസ്ഥ കണ്ടപ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയാണ്. ഇത് ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെയാണോ പോകുന്നത്? അല്ല. ഇപ്പോൾ സംഘടനകൾ വന്നാൽ എന്താ നമ്മൾ കരുതുന്നത്? അവിടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നാണ്. ഇപ്പോൾ ഈ നിർമ്മാതാക്കളിൽ തന്നെ കുറേ ആളുകൾ പ്രധാനപ്പെട്ട താരങ്ങളുമാണ്. ആ താരങ്ങളും ഈ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടനയിലുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാർ വളരെ വിഷമത്തോടെ പറയുകയാണ്, പ്രധാനപ്പെട്ട താരങ്ങൾ സ്വന്തമായി സിനിമ പിടിക്കുന്നു. അപ്പം ഇതാണ് പ്രശ്നം. അപ്പോൾ സംഘടനകളുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ മിക്കവാറും വിജയിച്ചു പോകുന്നുണ്ട്. അതെ. അപ്പോൾ സംഭവിക്കുന്നത് സംഘടനകളൊക്കെ ഉണ്ട്, പക്ഷെ ചില ആളുകൾ അതെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞതിനകത്ത് എനിക്കൊരു അത്ഭുതമുണ്ട്. 15 ലക്ഷമൊക്കെയാണോ മമ്മൂട്ടിക്ക് പ്രതിഫലം? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സുരേഷ് കുമാർ പറയുകയായിരുന്നു 15 കോടി. 15 കോടിയാണ്. സുരേഷ് കുമാർ പറയുമായിരുന്നു, ഒരു സിനിമ ഒരാൾ പുതുതായിട്ട് എടുത്തു, പുതിയൊരു സംവിധായകനാണ്, പക്ഷേ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി എന്നിരിക്കട്ടെ. ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി അയാൾ പറയുന്നത് നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുന്ന അയാളുടെ അടുത്ത പ്രോജക്റ്റിന് അയാൾക്കുള്ള റെമ്യൂണറേഷൻ 1.5 കോടി 2 കോടിയൊക്കെയാണ് ആവശ്യപ്പെടുന്നതെന്നാണ്. അപ്പോൾ താരങ്ങളുടെ വലിയ പ്രതിഫലം, സംവിധായകരുടെ വലിയ പ്രതിഫലം, മികച്ച സാങ്കേതിക വിദഗ്ധർക്ക് ഭയങ്കരമായ പ്രതിഫലം, ബാക്കി എല്ലാ ആളുകളും പട്ടിണി ആണ് എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയൊരു അസന്തുലിതാവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ താരങ്ങൾക്കിങ്ങനെ ആധിപത്യത്തോടെ ഇതെല്ലാം കൈയടക്കി വെക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഈ കൂട്ടരൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം അവർക്കും ഇവർക്കും ഒക്കെ കൂടെ ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു ബിസിനസ്സായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഈ വമ്പന്മാർ ഇവരെ തന്നെ വേണ്ടാന്ന് വയ്ക്കുന്നു, രൂപമാറുകയാണ്. അവർ നായകന്മാർ മാത്രമല്ല, ചില സംഘടനകളിൽ കയറുമ്പോൾ ഒരു വില്ലന്മാരുടെ വേഷത്തിലെത്തുകയാണ്. അപ്പോൾ നായകനാണ്, അയാളൊരു സിനിമ എടുക്കുന്നു, അയാൾ അഭിനയിക്കുക മാത്രമല്ല അതിൻ്റെ നിർമ്മാതാവും അയാൾ തന്നെയാണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളും അയാളാണ്, അതിൻ്റെ ഓവർസീസ് റൈറ്റ് ഇപ്പം സുരേഷ് കുമാർ നിർമ്മിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ ഈ താരം ആവശ്യപ്പെടുന്ന എന്താണ്? ഉയർന്ന പ്രതിഫലം, ഓവർസീസ് റൈറ്റ്, OTTയുടെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് വാരി പിടിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ റിസ്ക്കും നിർമ്മാതാക്കൾക്ക് മാത്രമായിട്ട് നേരിടേണ്ടി വരുന്നുവെന്നും പറയുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഈ ഇടപെടൽ ഇതിൽ വേണമെന്ന് പറയുമ്പോൾ സുരേഷ് കുമാർ അടക്കമുള്ളവർ നൽകുന്നൊരു സൂചനയുമുണ്ട്. സർക്കാർ നികുതി കാര്യത്തിൽ മാത്രമായിട്ട് ഇടപെടില്ല, സർക്കാർ ഇടപെട്ടതിനെയൊക്കെ ഒന്ന് ശാസ്ത്രീയമാക്കാൻ ശ്രമിച്ചാൽ എന്താകും അവസ്ഥ? ഇത് കൃത്യമായി ഈ റെമ്യൂണറേഷൻ ഇവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ താരങ്ങൾക്ക്, അത് ആദായ നികുതി അടയ്ക്കുന്ന രൂപത്തിൽ സുതാര്യമായാണോ കൈമാറുന്നത്? സുരേഷ് കുമാറിന് പറയാമോ എല്ലാം ലീഗലായിട്ടാണ്, എല്ലാം അക്കൗണ്ടിലൂടെയാണ് എന്ന്? കിട്ടുന്ന താരങ്ങൾ പറയുമോ ഞങ്ങളുടെ കൃത്യമായ പ്രതിഫലം കൃത്യമായ അക്കൗണ്ടിലൂടെയാണ് വരുന്നത് എന്ന്? അപ്പോൾ ഇതൊരു കള്ള കച്ചവടമാണ്, കൂട്ട് കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1% പോലും സുതാര്യതയില്ല. ഇതിൽ ഈ പറയുന്ന വീതം വെപ്പ് തർക്കത്തിൽ കുറേ ആളുകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ അവരുടെ രോദനമാണ് ഇന്നലെ നാം കേട്ടത്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞാൽ മതി. ഇതിൽ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ആകെ താറുമാറായി പോകുന്നു എന്ന പരിദേവനമോ വേണ്ട. കാരണം ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാക്കിയത് ഇതിനകത്ത് ഒരു സുതാര്യതയും വേണ്ടാത്ത കള്ള കച്ചവടം നടത്തിയിട്ടുള്ള ഈ കൂട്ടർ തന്നെയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വീതം വെപ്പുമായി ബന്ധപ്പെട്ട വിധാനത്തിൽ വ്യത്യാസം വന്നതിൻ്റെ തർക്കവും അരക്ഷിതാവസ്ഥയുമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഈ പറയുന്ന സുതാര്യത വരുത്താനാണെങ്കിൽ നമുക്ക് സുരേഷ് കുമാറിൻ്റെയൊക്കെ ഒപ്പം നിൽക്കാം, ഒരു സംശയവുമില്ല. എല്ലാം സുതാര്യമാകട്ടെ, എല്ലാ ധന ഇടപാടുകളും സുതാര്യമാകട്ടെ. ഒരു കാര്യം കൂടി ഉണ്ട്, നൗഫൽ, വേഗം നിർത്താം. ഇപ്പോൾ അടുത്ത പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇപ്പം നൗഫലും ഉദ്ധരിച്ചത്, അല്ലേ? എത്ര 224? അതെ, ആ പറയുന്ന കണക്ക് ഇനി പറയുകയാണ്, ഞങ്ങൾ എല്ലാ മാസവും കണക്ക് പുറത്തുവിടും എന്ന് വെച്ചാൽ ഈ പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഈ ടോവിനോയും ഒക്കെ അഭിനയിച്ച സിനിമകളുടെ യഥാർത്ഥത്തിലുള്ള കളക്ഷൻ എന്താണ് എന്ന കാര്യങ്ങൾ പുറത്തു വരികയാണ് ചെയ്യുക. അപ്പോഴും ബുദ്ധിപരമായി ഈ സുരേഷ് ഉൾപ്പെടെയുള്ളവർ ചെയ്തൊരു കാര്യമുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു താരങ്ങൾ കൊടുക്കുന്ന പ്രതിഫല തുക പറയാം, അത് പറയില്ല. അവിടെ സുതാര്യത അവസാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇവരെയൊക്കെ നാണം കെടുത്തുന്ന ഇത്തരം കണക്കുകൾ പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി അടിപൊട്ടുകയാണ്, തമ്മിൽ തല്ലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന തുക കളക്ഷൻ കുറയുകയാണ്, പക്ഷേ ഇവർക്ക് ഉയർന്ന പ്രതിഫലവുമാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഈ താരങ്ങൾക്കൊരു മൂല്യം നഷ്ടപ്പെടും. കാരണം ഇവർ ഇത്രയും വലിയ വമ്പന്മാരെന്ന് പറഞ്ഞിട്ട് ഇവരുടെ സിനിമ കളക്ട് ചെയ്യുന്നില്ല, അതിൻ്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് എന്ന രൂപത്തിലാണ് ഇനി അടുത്ത മാസങ്ങളിൽ ഇത് സംഭവിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല ദിക്കുകളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു നീക്കമാണ്. അതിൻ്റെ പറയുന്ന ഒരു പേര് മാത്രമാണ്. ഈ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തകരാറിലാണ്. സർക്കാർ ഈ വിഷയത്തിൽ വിനോദ നികുതി എന്ന് പറയുന്നതൊന്ന് ഒഴിവാക്കി ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്. ഇത് കൂട്ടുകച്ചവടം തകർന്നതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കുറച്ചാളുകളുടെ വേവലാതി പറച്ചിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ. യെസ്, ഔട്ട് ഓഫ് ഫോക്കസ് നഷ്ടത്തിലായില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.